ലൈഫ് നോട്ട്സ് ബൈ അച്ചുവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ അച്ചു ആണ്. കൂടുതൽ ജംഗ്ഷനുണ്ട്. പിന്നെ നമ്മുടെ കേശുട്ടൻ കേശുട്ടനുണ്ട്. കേശുട്ടൻ നമ്മളിപ്പോ എവിടെ പോവാടാ? നമ്മളിപ്പോ തിരുവനന്തപുരത്ത് പോവാണ്. എവിടെ പോവാ? തിരുവനന്തപുരത്ത് പോവാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എന്തിനാ പോകുന്നത്? തിരുവനന്തപുരത്ത് നമ്മള് ഒരു കുറച്ചു നേരം വെക്കേഷൻ ഒന്ന് അടിച്ചു പൊളിക്കാനാണ്. അതെ, എനിക്ക് നാളെ തിരുവനന്തപുരത്തൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് എന്നാൽ തലേന്ന് പോയി ട്രിവാൻഡ്രം സ്റ്റേ ചെയ്യാം. സ്റ്റേ ചെയ്തിട്ട് തിരുവനന്തപുരം നൈറ്റ് ലൈഫ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോ ഏകദേശം കൊല്ലം ബൈപ്പാസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വിശക്കൊന്നും ഉണ്ടാക്കിച്ചിട്ടാ? എനിക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും വെച്ചേക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോ വിശപ്പുണ്ടെങ്കിൽ പറയാ. പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ജേഷിന് വിശക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഈ പറയുന്ന കേശുട്ടൻ വെറുതെയാണ് കേട്ടോ. ഫുഡ് കഴിക്കാറാവുമ്പോഴത്തേക്ക് തന്നെ എഴുന്നേറ്റ് വരും ആള്. അപ്പൊ എന്തായാലും കുറേ വിശേഷങ്ങൾ, ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കണം. കട കിട്ടിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കാര്യമായിട്ട് ജേഷട്ട് മെനു ദേ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇത് അവസാനം മിക്കാറും ബിരിയാണി പറയാൻ വേണ്ടിയിട്ടേ കാര്യമായിട്ട് പറയാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബസ് ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരി ആളുകൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒത്തിരി സമയം എടുക്കും എന്നുള്ളതുകൊണ്ടൊക്കെ നമ്മൾ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ പറയുന്നത്. കഴിച്ചു. ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ ഫുഡ്? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കേശുട്ടനോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളിതേ വീണ്ടും തിരികെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനിയിപ്പോ മാപ്പിൽ 3:45 ആ സമയം കാണിക്കുന്നത്. അപ്പം അറിയില്ല റോഡിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ബ്ലോക്കും വലിയ കാര്യമായിട്ട് ബ്ലോക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 3:40 ഞാൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ റൂമിലെത്തി. ഇനി ഒന്ന് ഫ്രഷ് ആയി ഇനിയിപ്പോൾ സിറ്റിയിലോട്ടൊന്ന് ഇറങ്ങണം. രാത്രിയിൽ കുറേ സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. ഇന്നടുത്ത് പോകണം, എന്ത് കാണണം, അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ ഈ ഒരു സിറ്റി ലൈഫ്, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഏകദേശം 5 മണിയായിട്ടുണ്ട്. ചായ കുടിക്കണം, സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം. പിന്നെ കിഴക്കേക്കോട്ടെ നമ്മുടെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. നമ്മളാണെങ്കിൽ ഇങ്ങനെ നടന്ന് ഞങ്ങൾ കിഴക്കേക്കോട്ടയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കിഴക്കേക്കോട്ടയായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ ഇറങ്ങി ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചു വന്നാൽ പിന്നെ നമുക്ക് കിഴക്കേക്കോട്ടയിൽ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദൂരെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നപ്പോഴാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിനെ കണ്ടത്, നമ്മുടെ ആദിത്യ കുട്ടിയെ. അപ്പോൾ ആളിവിടെ പഠിക്കുന്നത്. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് അവളും ഫ്രണ്ടും കൂടെ ഒന്ന് ഇറങ്ങി പാനിപ്പൂരിയൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്താണ് കൃത്യമായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ അവളെ കണ്ട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് കുശലാന്വേഷണമൊക്കെ നടത്തി അങ്ങനെ നിന്നപ്പോഴേക്കും നമ്മുടെ കേശുട്ടനെ കളിപ്പാട്ടം കച്ചവടക്കാർ പൊതിഞ്ഞു കേട്ടോ. അവർ പിന്നെ എന്തെങ്കിലും ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. ഈ ഹെലികോപ്റ്ററൊക്കെ പറക്കുന്നതുണ്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞായിരുന്നു നിർബന്ധം. പിന്നെ എന്തായാലും ഞങ്ങൾ ആ ഹെലികോപ്റ്റർ കച്ചവടക്കാരൻ ചേട്ടൻ്റെ വലയിൽ വീണു. ആൾക്കായിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ കേരള ബാങ്കിൻ്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസാണ് കേട്ടോ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ കിഴക്കേക്കോട്ടയിലാണ്. നമ്മളിനി ഇവിടുന്ന് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കടക്കാൻ പോവാണ്.
ഈ ബ്ലോക്കെല്ലാം കാരണം നമ്മൾ പോകുന്ന ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് അത് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ ഭയങ്കര അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിട്ടുണ്ടേ. ഈ ഘോഷയാത്ര പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കാം. ഘോഷയാത്ര പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. നമ്മുടെ ശോഭയാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. KSRTC ബസ് പിടിച്ചു. അപ്പോൾ അതേ ടീഷർട്ട് ടീഷു അത്യാവശ്യം ബസ്സിലധികം ആളൊന്നുമില്ല കേട്ടോ. പുതിയ ആൾ കുറവാണ്. നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. നല്ല ടയേർഡാണ്. ഒന്ന് ഫ്രഷ് ആക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇനിയും നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടോ. അപ്പം അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.